ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നെ ചിന്തിപ്പിച്ച് എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയത്തില്ലേ, ഒരു പക്ഷെ ഒരു ജീവപര്യന്ത തടവുകാരനായിട്ടാ ആമേൻ ജയിലിൽ ആയിരിക്കുമെന്ന്. എന്നെ പേടിപ്പിച്ച എൻ്റെ കൂട്ടുകാർ പലരും വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവർക്ക് ആ ചിന്തകൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ ഭയപ്പെടുത്തിയ ഒരു സംഭവം, ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം കുഞ്ചത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങളവിടെ ജോലിക്ക് പോയിട്ടുണ്ട്. അവിടെ താമസിക്കുവാൻ സൗകര്യങ്ങളുണ്ട്. ഞങ്ങളവിടെ മുറികൾ വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചിരുന്നു, ജോലി ചെയ്തിരുന്നു. അങ്ങനെ കൂട്ടുകാരെന്ന് പറയുന്നത് ഭയങ്കര സ്തോത്രം ദൈവത്തെ പോലെയുള്ള കൂട്ടുകാരായിരുന്നു. നിങ്ങൾക്കൊക്കെയും അതുപോലെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. ദൈവം അതിൽ നിന്നൊക്കെയാ വിടുവിച്ചെടുത്തത്. അപ്പോൾ ഇവിടെ പുതുവൈപ്പിൽ ഒരു വലിയ പ്രശ്നം നടക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരിൽപ്പെട്ട ചിലരെ അവിടുത്തുകാർ തല്ലി. അത് ലൂസിയനൊക്കെ ആ വിഷയമൊക്കെ അറിയാവുന്നതാണ്. വലിയൊരു പ്രശ്നമായി പോയി, അത് വലിയൊരു വിഷയമായി പോയി. പൊതുജനം രാത്രികാലങ്ങളിൽ പുറത്തു പോലും ഇറങ്ങരുത് എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയൊരു സമയം. അപ്പൊ ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ച ഒരു പുതുവൈപ്പ് സ്വദേശിയായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞങ്ങളുടെ പോലെ തന്നെ സെയിം പ്രായക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ, ഇവനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അങ്ങനെയെങ്കിൽ അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല, അവനെ വകവരുത്തണം. അന്നത്തെ കാലഘട്ടത്തില് വാഹനങ്ങള് കൂടുതൽ ഉണ്ടെങ്കിലും ടാറ്റാ സുമോ ആ വാഹനങ്ങള് അന്ന് കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ഒരു ടാറ്റാ സുമോ ഞങ്ങള് വാടകയ്ക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാസർഗോഡ് വരെ പോകണം. ഞങ്ങളൊരു 8 പേര് ഈ വാഹനം അറേഞ്ച് ചെയ്ത് മഞ്ചേശ്വരത്ത് കുഞ്ചത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം ഏത് സമയത്തും പോയി താമസിക്കാൻ പറ്റുന്ന റൂമുകൾ എല്ലാം ഉണ്ട്. മുരിക്കുംപാടത്ത് ആ സമയത്തൊരു ബാറുണ്ട്. ആ ബാറിൽ കയറി മദ്യപിച്ച് ഇന്നുമുണ്ട് ആ ബാറ്. മുരിക്കുംപാടത്തല്ല, തെക്കമാലിപ്പുറത്ത്. അവിടെ നിന്ന് അല്പം മുമ്പിലേക്ക് പോകുമ്പോൾ ബെൽബോ ജംഗ്ഷൻ, അവിടെ നിന്ന് ഞങ്ങൾ പടിഞ്ഞാറോട്ട് കയറി എന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, മെഡിസിൻ ഉണ്ടാക്കുന്ന ഒരു ഹോസ്പിറ്റൽ. ഇപ്പോൾ ആൽഫി അവിടെ വർക്ക് ചെയ്യുന്നു. അത് മുമ്പ് വലിയ ചുള്ളിക്കാടായിരുന്നു, വലിയൊരു കാടായിരുന്നു. കൊതുകിന്റെ കാര്യം നിങ്ങൾക്ക് പറയണ്ടല്ലോ, അതുപോലെ കൊതുക. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തില് അവനെ വകവരുത്തണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ട് കൊതുകൊന്നും ഞങ്ങൾ ഗവനിക്കാതെ ഈ ചുള്ളിക്കാട്ടിൽ കയറി ഞങ്ങൾ പതിയിരിക്കുകയാ. ആ വഴി അവൻ വരും. സ്തോത്രം. ആ വഴി വരുമ്പോൾ നമുക്ക് അവനെ വകവരുത്താം. എൻ്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരായുധമുണ്ട്. മറ്റുള്ളവരുടെ കയ്യിലും അതുപോലെ തന്നെ ആയുധങ്ങളും ഉപദ്രവിക്കാൻ തക്ക വിധത്തിലുള്ള പലതുമുണ്ട്. ഞങ്ങൾ ആ ചുള്ളിക്കാട്ടിൽ മണിക്കൂറുകൾ ഇരുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, 365 ദിവസം വഴി വരുന്ന അവൻ അന്ന് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം കാണുന്നൊരു ദൈവമല്ല. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലിലൊന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം പ്രിയ മക്കളെ. നമ്മൾ ലോകത്തിലായിരുന്ന സമയത്ത് എത്ര ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചതാ. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമല്ലല്ലോ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തത്. പാപത്തിൽ കുളിച്ചു നിൽക്കുമ്പോഴല്ലേ യേശു വന്ന് കരത്തിൽ പിടിച്ചത്. ഹല്ലേലൂയ. അവന് പകരമായിട്ട് എന്തു കൊടുക്കും പ്രിയ മക്കളെ? ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഈ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? അവന്റെ കരമാണ് നമ്മൾ ഇന്നും പിടിച്ചു വഴി നടത്തുന്നത്. സ്വത്തിന് എത്ര മഹത്വം കൊടുക്കാതിരിക്കും? ചില മണിക്കൂറുകൾ ഞങ്ങള് ആ കാടിനുള്ളിൽ ചിലവഴിച്ചു. റോഡിനോട് ചേർന്നുള്ള ചുള്ളിക്കാട്, അതിനകത്ത് ചെലവഴിച്ചു.
ആ വ്യക്തി വന്നില്ല. പിറ്റേ ദിവസം ഞങ്ങളുടെ മൈൻഡിൽ നിന്ന് അതെല്ലാം പോയി. പിറ്റേ ദിവസം ആ ചിന്ത വന്നില്ല. അങ്ങനത്തെ ഒരു വലിയ സിറ്റുവേഷനിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടിവിപ്പാനിടയായി തീർന്നു. ആമേ, ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് വന്നിരുന്നെങ്കിൽ, അന്ന് ദൈവം അവനെ അയച്ചിരുന്നെങ്കിൽ, ഞങ്ങള് പിന്നത്തേതില് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോ, കുറേ വർഷങ്ങളല്ല, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അവനോട് ചോദിച്ചു, ആമേ സ്വതം പേര് ഞാൻ പറയുന്നില്ല, എന്താണ് നീ അന്ന് ആ ദിവസം വരാതിരുന്നത്? ആ ദിവസത്തെ ഒന്ന് ഓർപ്പിച്ചു. താൻ പറഞ്ഞത്, എൻ്റെ അമ്മ സ്വതം അന്ന് ഹോസ്പിറ്റലായിപ്പോയി. അന്ന് ബോട്ട് സർവീസാ ഉള്ളത്. ഞാന് ജോലി കഴിഞ്ഞ് ബോട്ട് ഇറങ്ങി വന്നപ്പോ ഒരു വ്യക്തിത്വം എന്നോട് പറഞ്ഞു, അമ്മയെ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, അതുകൊണ്ട് നീ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. അന്ന് അവന്റെ അമ്മ സ്വന്തം ഹോസ്പിറ്റലായതുകൊണ്ട് അവനും ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ലാസ്റ്റ് ബോട്ടിനാണ് അമ്മയും അവനും ചേർന്ന് വൈപ്പിലേക്ക് വരാനിടയായി തീർന്നത്. വെറും ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് ചെറിയൊരു വയറുവേദന, വരുത്തിയത് ദൈവമായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അമ്മയെ സ്വന്തം ചെറിയൊരു വയറുവേദന വരുത്തി അവന്റെ റൂട്ട് മാപ്പ് തെറ്റിച്ച് അമ്മയെ സ്വന്തം പുതുവൈപ്പിലേക്ക് വരേണ്ടവനെ നേരെ എറണാകുളത്തേക്ക് കടത്തി. ഞങ്ങളുടെ ബുദ്ധിക്കകത്തെ പ്രഷർ ഒന്ന് തീരുന്നത് വരെ അല്പമായിട്ട് അമ്മയെ ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്യിപ്പിച്ച് അമ്മയെ സ്വന്തം 10:15 ലാസ്റ്റ് ബോട്ടിന് ഇപ്പുറത്തേക്ക് കടന്നവരൊരു ഓട്ടോ വിളിച്ച് അമ്മയെ അവർ വീട്ടിൽ പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയ മക്കളെ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ആരായിത്തീരും, എന്തായിത്തീരുമെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. പക്ഷെ നീ ആരായിത്തീരും, എന്തായിത്തീരുമെന്ന് നന്നായി അറിയുന്ന ഒരു ദൈവത്തിന് മുമ്പിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഉണ്ടോ പ്രിയ മക്കളെ? ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. അപ്പോ ഇത് അഡ്വാൻസ് ആയിട്ട് പകർത്ത് തന്നിരിക്കുന്ന ഒരു ജീവിതമാണ്. ഞാൻ ഇന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പഴയ ആ നിലവാരത്തിലേക്ക് ഒന്ന് ചിന്തിപ്പിക്കാനിടയായി തീർന്നു. ഇനിയുള്ള നാളുകള് എത്ര വർഷമെന്നോ എത്ര മിനിറ്റ് എന്നോ നമുക്ക് അറിയത്തില്ല പ്രിയ മക്കളെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവം ദാനം തന്നതല്ലേ. എത്ര അപകടങ്ങൾ, റോട്ടിൽ ആക്സിഡന്റുകള്, ബൈക്ക് നേരെ വന്ന് ഇടിച്ചു മറിഞ്ഞ് തല തകർന്ന് നമ്മ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട എത്രയോ സാഹചര്യങ്ങൾ. ദൈവം കാത്തില്ലേ? ദൈവം കരുതിയില്ലേ?